ട്രംപിന് നാൾക്ക് നാൾ തിരിച്ചടി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. എങ്കിലും ട്രംപ് തളരാതെ മണ്ടത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ട്രംപ് പറഞ്ഞൊരു വിടുവായത്തം ഡീന്യൂക്ലിയറൈസേഷൻ, അതായത് റഷ്യയുടെയും ചൈനയുടെയും ആണവായുധങ്ങൾ പിടിച്ചെടുക്കും ഞാൻ എന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവം ട്രംപ് ചിന്തിക്കുന്നത് പോലും മൂന്നാം ലോക മഹായുദ്ധത്തിന് വഴിവെക്കും എന്നുള്ളത് ഏത് കൊച്ചുകുട്ടിക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോഴിതാ ഇന്ത്യയുമായുള്ള താരിഫ് തർക്കത്തിനിടയിൽ ചൈന അമേരിക്കയ്ക്ക് വലിയൊരു തിരിച്ചടി നൽകിയിരിക്കുകയാണ്. ആണവ നിർവ്യാപനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അമേരിക്കയുമായും റഷ്യയുമായും ഒരു കൂടിക്കാഴ്ച നടത്താൻ ചൈന വിസമ്മതിച്ചു. അതായത് ഈ ആണവ നിർവ്യാപനം എന്ന് പറഞ്ഞാൽ ഡീന്യൂക്ലിയറൈസേഷൻ, ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്. ചൈന അതിന് വഴങ്ങാൻ പോകുന്നില്ല. ചൈന ഒരു കൂടിക്കാഴ്ചയ്ക്ക് പോലും ഞങ്ങൾ തയ്യാറല്ല എന്നാണ് ഇപ്പോൾ അമേരിക്കയെ അറിയിച്ചിരിക്കുന്നത്. അമേരിക്കയുമായും റഷ്യയുമായും ആണവ നിരായുധീകരണ യോഗത്തിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നാണ് ചൈന അറിയിച്ചത്. ആണവ നിർവ്യാപന ഉടമ്പടി പ്രകാരം ത്രിരാഷ്ട്ര യോഗം നടത്തണമെന്ന ആവശ്യവും ചൈന നിരസിച്ചു. ത്രിരാഷ്ട്ര യോഗത്തിൽ ചൈന പങ്കെടുക്കുമെന്ന പ്രതീക്ഷ യുക്തിസഹമോ പ്രായോഗികമോ അല്ലെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഗുവോ ജിയാകുൻ പറഞ്ഞു. കാരണം 3 രാജ്യങ്ങളും ആണവശേഷികൾക്ക് തുല്യമല്ല. അതായത് ആണവശേഷികൾ 3 രാജ്യങ്ങളുടെയും തുല്യമല്ല. 68-ൽ ചൈനയും റഷ്യയും അമേരിക്കയും തമ്മിൽ ആണവ നിർവ്യാപന ഉടമ്പടി ഒപ്പുവെച്ചതും എടുത്തു പറയേണ്ടതാണ്. 5 പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഈ ഉടമ്പടി ഒപ്പുവെച്ചത്. റഷ്യയും ചൈനയും അമേരിക്കയും തമ്മിൽ ഏകദേശം 5 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് 68-ൽ ഈ ഉടമ്പടി വെച്ചു. ആണവായുധങ്ങളുടെ വ്യാപനം തടയുക, നിരായുധീകരണം പ്രോത്സാഹിപ്പിക്കുക, ആണവോർജ്ജത്തിൻ്റെ സമാധാനപരമായിട്ടുള്ള ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ഇതിൻ്റെ ലക്ഷ്യം. ഈ ഉടമ്പടി പ്രകാരം 3 രാജ്യങ്ങളും തമ്മിൽ ഓരോ 5 വർഷത്തിലും ഒരു അവലോകന സമ്മേളനവും നടക്കുന്നുണ്ട്. ഇത് 2025-ൽ നടക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ചൈന നിലവിൽ അതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അമേരിക്ക ചോദിക്കുന്നത് ഇത് 5 വർഷത്തിലൊരിക്കൽ നടന്നു വരുന്ന യോഗമാണ്, ഇതിൽ എന്തുകൊണ്ട് ഇപ്പോൾ പങ്കെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതിനും ചൈന വ്യക്തമായിട്ടുള്ള മറുപടി പറഞ്ഞിട്ടില്ല. ഈ സമ്മേളനത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ ഇതോടുകൂടി പൂർണ്ണമായും അവസാനിച്ചിരിക്കുകയാണ്. 3 രാജ്യങ്ങൾക്കിടയിലും ഇതോടുകൂടി കൂടുതൽ പ്രതിസന്ധികളും സംഘർഷങ്ങളും വർദ്ധിക്കുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. എന്തായാലും 2025 ഓഗസ്റ്റ് 5-ന് 1987 മുതൽ പ്രാബല്യത്തിൽ വന്ന ഇന്റർമീഡിയറ്റ് റേഞ്ച് ന്യൂക്ലിയർ ഫോഴ്സ് ഉടമ്പടിയിൽ നിന്ന് റഷ്യ പിന്മാറി. ഈ ഉടമ്പടി പ്രകാരം അതിർത്തി പ്രദേശത്ത് 500 മുതൽ 5500 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള മിസൈലുകൾ വിന്യസിക്കുന്നതിനാണ് വിലക്കുണ്ടായിരുന്നത്. യുക്രൈനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയ്ക്ക് മേൽ താരിഫ് ഉൾപ്പെടെ നിരവധി സാമ്പത്തിക ഉപരോധങ്ങൾ US ഏർപ്പെടുത്തി. ഇക്കാരണത്താൽ റഷ്യ ഈ ഉടമ്പടിയിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചു. മറുവശത്ത് തീരുവകളും ആണവ വ്യാപനവും സംബന്ധിച്ച് ചൈനയും റഷ്യയും തമ്മിലുള്ള സംഘർഷം നിലനിൽക്കുന്നുണ്ട്. 2024-ൽ സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് കാണിക്കുന്നത് ചൈന ആണവായുധങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയാണ് എന്നുള്ളതാണ്. 2023 ജനുവരിയിൽ ചൈനയ്ക്ക് 410 ആണവായുധങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോഴത് 500-ആയി വർദ്ധിച്ചു. ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളും ചൈന ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.